വാർത്തകൾ തുടരുന്നു. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ SRVUP സ്കൂളിലെ മാഗസിൻ പ്രകാശനം KP ധനപാലൻ MP നിർവഹിച്ചു. ഒരുപക്ഷെ അധ്യാപകനാകാം, അല്ലെങ്കിൽ PTA ഭാരവാഹിയാകാം, അതല്ലെങ്കിൽ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികൾ ആരെങ്കിലും ആകാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അയൽവക്കക്കാരായ സാഹിത്യ അഭിരുചിയുള്ള ആരെങ്കിലും ആകാം. അങ്ങനെ തുടങ്ങിയിട്ടുള്ള വാസനയുള്ള ആരെങ്കിലും നേതൃത്വപരമായ പങ്ക് വഹിച്ചാൽ മാത്രമാണ് നമുക്ക് ഇതിന് ആരംഭം കുറിക്കാൻ കഴിയുക. അങ്ങനെ അന്വേഷിച്ചു പോകുമ്പോഴാണ് ഇവിടെയും ഇതിന് പിന്നിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലഹറുറ്റിച്ചു PTA പ്രസിഡന്റും അദ്ദേഹത്തിന്റെ പത്നിയും നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു കയ്യെഴുത്തു മാസിക ഇവിടെ കുട്ടികൾക്ക് പ്രേരകമായി തുടങ്ങാൻ കഴിഞ്ഞത് എന്നിവിടെ പ്രതിപാദിക്കുകയുണ്ടായി. ഞാൻ അത് നേതൃത്വം ഈ വിസ്മയം എല്ലാവരുടെയും അനുവാദത്തോടെ പ്രകാശനം ചെയ്തതായ പ്രഖ്യാപനം. ചടങ്ങിൽ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, വലപ്പാട് AEO AB ജയപ്രകാശ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജയ് വയനപ്പിള്ളി, ശാന്താരാമൻ, പ്രധാനാധ്യാപിക TT സുമന എന്നിവരും പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. മതിലകം OLF GHS സ്കൂളിൽ കേരളപ്പിറവി ആഘോഷത്തിന്റെ ഭാഗമായി പുസ്തക പ്രദർശനം നടത്തി. കൊടുങ്ങല്ലൂർ ഉപജില്ലാ മുൻ AEO TK മീരാബായ് ഉദ്ഘാടനം ചെയ്തു. പുറത്തിങ്ങനെ ഇറങ്ങുമ്പോൾ ഒരുപാട് ആളുകൾ സെറ്റ് സാരിയൊക്കെ ചുറ്റിങ്ങനെ പോണുണ്ടാവും. അപ്പൊ ഇന്നെന്താ വിശേഷം? ഇന്ന് നവംബർ 1 കേരളപ്പിറവിയാണെന്ന് പറയൂല്ലേ. അതിനപ്പുറം പാഠപുസ്തകത്തിലൂടെ നമ്മളിങ്ങനെ കാണാണ്ട് ഉരുവിട്ട് പഠിച്ചിട്ടുണ്ടാവും. തിരുകൊച്ചിയും മലബാറിന്റെ ഭാഗങ്ങളൊക്കെ കൂടി കൂട്ടിച്ചേർത്ത് ഭാഷാടിസ്ഥാനത്തില് സംസ്ഥാനങ്ങള് പുനഃസംഘടിപ്പിച്ചപ്പോ അങ്ങനെ നമ്മുടെ ഒരു ചിരകാല സ്വപ്നമായ ഐക്യ കേരളം 1956 നവംബർ 1 രൂപമെടുത്തു. അങ്ങനെ പഠിച്ചതിനപ്പുറം ഒരു കേരള പിറവി ദിനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പത്രത്തിൽ വരുന്ന കുറച്ച് വാർത്തകൾക്ക് അപ്പുറം നമ്മൾ കൂടുതലായിട്ട് സാധാരണയായിട്ട് കുട്ടികൾ ചിന്തിക്കാറില്ല. പ്രധാന അധ്യാപിക ബീന സേവ്യർ അധ്യക്ഷയായി. സാഹിത്യകാരന്മാരായ സുനിൽ P മതിലകം, അനിൽ കിള്ളിക്കുളങ്ങര, റഹീം പള്ളത്ത് എന്നിവരും പ്രസംഗിച്ചു. കേരളപ്പിറവി ആഘോഷത്തിന്റെ ഭാഗമായി പെരിഞ്ഞനം RMVH സ്കൂളിലെ വിദ്യാർത്ഥികൾ രോഗികൾക്ക് ആശ്രിതർക്കും ഭക്ഷണം നൽകി. കുറ്റിലക്കടവ് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ രോഗികൾക്കാണ് ഭക്ഷണം നൽകിയത്. വിദ്യാർത്ഥികൾ സ്വന്തം വീടുകളിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്ന ഭക്ഷണമാണ് നൽകിയത്. പ്രിൻസിപ്പൽ KS രജനി, PTA പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, അധ്യാപകരായ രാമനാഥൻ, ഫ്രാങ്കോ, ബൈജു എന്നിവർ നേതൃത്വം നൽകി. അതിനിന്ന് കേരളപ്പിറവി ദിവസമായ ഇന്ന് നമ്മുടെ തൊട്ടടുത്ത കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ രോഗികൾക്ക് വിദ്യാർത്ഥികളുടെ വീടുകളിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്ന ഭക്ഷണം കൊടുക്കുക എന്നൊരു ചടങ്ങാണ് നമ്മൾ നിയമിക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും PTA കമ്മിറ്റിയുടെ പേരിൽ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കയ്പമംഗലം ചളിങ്ങാട് ശ്രീ മഹാവിഷ്ണു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഗോളക സമർപ്പണം ഭക്തിസാന്ദ്രമായി. വൈകിട്ട് ക്ഷേത്ര കവാടത്തിൽ നിന്നും താലത്തിന്റെയും വിവിധ മേളങ്ങളുടെയും അകമ്പടിയോടെ ഗോളക ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നു. തുടർന്ന് വിഷ്ണുമായ സ്വാമിക്കും സുബ്രഹ്മണ്യ സ്വാമിക്കും സമർപ്പിച്ചു. ക്ഷേത്രം ശാന്തി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഭാരവാഹികളായ PV ഗോപി, KK സുന്ദരൻ, KI വിജയൻ എന്നിവർ നേതൃത്വം നൽകി. ചന്ദ്രാപിന്നി കണ്ണനാംകുളം കിങ് പവർ ക്ലബിന്റെ നേതൃത്വത്തിൽ ഈദ് ആഘോഷം നടത്തി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രത്നചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലത്തീഫ് മാഷ് അധ്യക്ഷനായി. ML സിദ്ദിഖ്, വാർഡ് മെമ്പർ സാജിദ പുതിയ വീട്ടിൽ, KB ഷിഹാബ് എന്നിവരും പ്രസംഗിച്ചു. തുടർന്ന് പ്രദേശത്തെ കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികളും അറബനമുട്ട്, കോൽക്കളി എന്നിവയും ഉണ്ടായിരുന്നു.
പ്രധാന വാർത്തകൾ വീണ്ടും. അഴീക്കോട് ജെട്ടിയിൽ കാർ കായലിൽ വീണ് 4 യുവാക്കൾ മരിച്ചു. 4 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മരിച്ചത് ഇരിങ്ങാലക്കുട സ്വദേശികൾ. തീരദേശത്ത് സ്കൂളുകളിൽ കേരളപ്പിറവി ദിനാഘോഷം. ചന്ദ്രാപിന്നി SRVUP സ്കൂളിൽ മാഗസിൻ പ്രകാശനം ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.